ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇഷ്ടോ മിണ്ടിപ്പോവരുത്. ഒരുത്തന്റെ ഇഷ്ടം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി നീയും കൂടി എല്ലാവരെയും ഒരുമിച്ച് കൊലക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലേ? നിർമ്മലേ, ചായ എടുത്തില്ലേ? ആ ദാ എടുത്തു. ഇവിടുത്തെ വണ്ടി നിങ്ങക്ക് സുഖമായിട്ട് പോയി വരാലോ. അത് വേണ്ട സത്യാമ്മേ, അത് ശരിയാവില്ല. ഞങ്ങള് വേറെ വണ്ടി വിളിച്ചു പൊക്കോളാം. എന്താ ശരിയാവാത്തത്? വേറെ വണ്ടിയൊന്നും വിളിക്കണ്ട. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കല്ലേ. അല്ല ശിവനെ പിന്നെ ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുന്ന എന്തിനാ? ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് പോകാനാ. അല്ല അത് പിന്നെ ശാരദാമ്മേ, മറിച്ചൊന്നും പറയണ്ട. നമ്മുടെ വണ്ടി പോയാ മതി. ശിവൻ കൊണ്ടുപോയിക്കോളും. ശാലിനോട് ഞാൻ പറഞ്ഞോളാം. ചന്ദ്രയെ പെണ്ണ് കാണാൻ ഇന്നൊരു കൂട്ടര് വരുന്നുണ്ട്. അതെന്താ പെട്ടെന്നൊരു തീരുമാനം മഹേട്ടാ? അവര് വന്നോട്ടെ എന്ന് ചോദിച്ചു, ഞാൻ വന്നോളാനും പറഞ്ഞു. പിന്നെ വരുന്നത് ചില്ലറക്കാരൊന്നുമല്ല. പയ്യനെ ഇൻകം ടാക്സ് ഓഫീസിലാ ജോലി ചെയ്യുന്നത്. പോരാത്തതിന് യൂത്ത് വിംഗ് സെക്രട്ടറി. എന്തുകൊണ്ടും ഇത് നല്ല ഒരു ബന്ധമാ. എനിക്കിപ്പോ കല്യാണം വേണ്ട എന്ന് നീയാണോ തീരുമാനിക്കുന്നത്? മോളെ, എന്നായാലും ഇത് വേണ്ടതല്ലേ? അപ്പൊ പിന്നെ ഇത്രയും നല്ലൊരു ബന്ധം വരുമ്പോ എത്ര നല്ല ബന്ധമാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടണ്ടേ? ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. എന്റെ 2 മക്കളും കൂടി ചേർന്ന് ഒരുമിച്ച് എന്നെ തോൽപ്പിക്കാൻ നിൽക്കരുത്. അച്ഛൻ ചിലപ്പോ അടിപതറി വീണുപോകും. ഒരുത്തൻ അടപടലം അച്ഛനെ തോൽപ്പിച്ചിട്ട് അവന്റെ കർമ്മം ചെയ്ത് മാറി നിൽക്കുക. ഇനി നിന്റെ ഊഴവാ. നീ കൂടി തോൽപ്പിച്ച അച്ഛൻ എവിടെയെങ്കിലും വെള്ള പുതച്ച് കിടക്കാം. ഹലോ, ആ എത്തിക്കോ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ആ അവരിപ്പോ ഇങ്ങെത്തും. പെട്ടെന്ന് ഒരുങ്ങി നിന്നോണം കേട്ടോ. എന്നാടാ, ഇത് കയ്യില് വെച്ചോ. എന്തെങ്കിലും അത്യാവശ്യം വന്നാ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു ചെയ്യേണ്ട ഉത്തരവാദിത്വം നിനക്കുള്ളതാ. അത് ബന്ധുവീടാ. അവിടെ നീ ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്യുക തന്നെ വേണം. സത്യാമ്മേ, കുറച്ച് പൈസ എന്റെ കയ്യിലുണ്ട്. എടാ, എന്നാലും ഇത് ഇരിക്കട്ടെ. ശിവം വന്നതോടുകൂടി നമ്മുടെ പഴയ ബിസിനസ്സൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് തന്നെയാ എന്റെ ഒരു വിശ്വാസം. സ്വന്തം മകന് ആ ഒരു ശ്രദ്ധയില്ലെങ്കിലും ഒരു അന്യചക്കന് അതുണ്ടായല്ലോ. വലിയൊരു പ്രതിസന്ധി തന്നെയാ വിഷ്ണു നമുക്കുണ്ടാക്കി തന്നിട്ട് പോയത്. എന്നിട്ട് അവൻ എവിടേക്കോ കറങ്ങി നടക്കുക. അച്ഛനെയും വേണ്ട, അമ്മയും വേണ്ട, കൂടെ പിറപ്പിനെയും വേണ്ട. നടക്കട്ടെ നടക്കട്ടെ, അവൻ ഇഷ്ടമുള്ള അത്രേ. നടന്നവൻ വിഷമിക്കുമല്ലോ. അപ്പൊ അവൻ തിരിച്ചു വരും. വരട്ടെ. അപ്പൊ അവനറിയും ഈ സത്യാമ്മയുടെ യഥാർത്ഥ മുഖം. ഞാൻ അവനെ കേട്ടില്ല, പുറത്തു നിർത്തും. അത്രയ്ക്ക് എന്നെ കഷ്ടപ്പെടുത്തിട്ട് അവൻ പോയേക്കുന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അല്ല, നീ ഇതെങ്ങനെ പോവും? ഞാൻ ആ ശിവനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ശിവനോടെ കണ്ടിരിക്കട്ടെ ശാരദാമ്മയുടെ വീട്. പറഞ്ഞപ്പോഴേക്ക് അവൻ എത്തിയല്ലോ. സത്യാമ്മേ, ഞാൻ വരാൻ പറഞ്ഞത് ഇവനെ ശാരദാമ്മയുടെ വീട്ടിലേക്കൊന്ന് ആക്കണം. പിന്നെ കഴിയമ്പ്രത്ത് കാവെന്ന് പറയുന്ന സ്ഥലം അറിയാവോ നിനക്ക്? അന്വേഷിക്കാം. എന്താ, അവിടുന്ന് പണം വല്ലതും കിട്ടാനുണ്ടോ? ശാരദാമ്മയുടെ കുടുംബക്ഷേത്രം അവിടെ. അവിടം വരെ നിനക്കൊന്ന് പോവേണ്ടി വരും. നിങ്ങളിപ്പോ പോകുന്ന വഴിക്ക് അതൊന്ന് അന്വേഷിച്ചേക്ക്. ശരി, എന്നാ നമുക്ക് പോയേക്കാം. ഓ, ഞാൻ റെഡി.
പോവാം. വരട്ടെ സത്യമേ. പോവാം. ആ ഇരിക്കെ. ഇരിക്കെ. മേനോൻ സാറിന്റെ മകൻ ഞാനാണ്. ആ അച്ഛൻ വിളിച്ചിരുന്നു. മക്കള് തമ്മിൽ കണ്ടതിന് ശേഷം മതി നമ്മുടെ കൂടിക്കാഴ്ച എന്ന്. ഞാനും മേനോൻ സാറും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് വളരെ പഴക്കമേറിയതാ. അദ്ദേഹം സർവീസിൽ കേറിയ സമയത്ത് തുടങ്ങിയ സൗഹൃദമാ. നിർമ്മലേ, ചായ എടുത്തോ, ഇപ്പൊ വരും. ആ നീ ഈ ചായ അവർക്ക് കൊണ്ട് കൊടുക്ക്. എനിക്ക് വയ്യ, ഇഷ്ടമില്ലാത്ത കാര്യത്തിന് ഒരുങ്ങി കെട്ടിപ്പോയി നിൽക്കാൻ. പിന്നെ നീ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്റെ മോൾ അതൊന്ന് പറഞ്ഞേ. എനിക്ക് വേറൊരു ഇഷ്ടമുണ്ട്. അത് ഞാൻ ഇപ്പൊ അവിടെ ചെന്ന് പറയും. ഇഷ്ടോ? മിണ്ടിപ്പോവരുത്. ഒരുത്തന്റെ ഇഷ്ടം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി നീയും കൂടി എല്ലാവരെയും ഒരുമിച്ച് കൊലക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലേ? നിർമ്മലേ, ചായ എടുത്തില്ലേ? ആ ദാ എടുത്തു. ദാ കൊണ്ട് കൊടുക്ക്. എടി കൊടുക്കാൻ. ദേ ഇപ്പൊ അവര് കണ്ടു പോകുന്നല്ലേ ഉള്ളൂ. ഇനിയും കടമ്പകളുണ്ടല്ലോ. അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം. ഇപ്പൊ മോൾ ആരോടും ഒന്നും പറയണ്ട. നിന്റെ ജീവൻ നിന്റെ ശരീരത്ത് തന്നെ ഉണ്ടായി കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ അമ്മ ഈ പറയുന്നത്. ദാ മോളിത് പിടിക്കേ, പിടിക്ക്. നടക്ക് നടക്ക് മോളെ.